നിനക്ക് കിടക്കാറായില്ലേ? സെം എക്സാം വരാൻ പോവാ. കുറച്ച് സമയം കൂടി പഠിക്കണം എന്നുണ്ട്. പക്ഷെ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവില്ലേ? അതുകൊണ്ട് ഞാനും കിടക്കാൻ പോവാ. നീ എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിച്ചോ. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞങ്ങളുടെ ഉറക്കത്തിനേക്കാളും പ്രാധാന്യം നിന്റെ പഠിത്തത്തിനാ, അല്ലേടി? പാറു പറഞ്ഞതാ ശരി. പഠിക്കാൻ വേണ്ടി നീ വെളുക്കുവോളം ലൈറ്റ് ഇട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. ലൈറ്റ് അണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? അതിനല്ലേ പുതപ്പ്. പുതപ്പ് തലയിലിട്ട് ഞങ്ങൾ ഉറങ്ങിക്കോളാം. നീ പഠിച്ചോ. ഇവള് പറഞ്ഞ വഴിയൊന്ന് പരീക്ഷിക്കാം. ഒരു ഗുഡ് നൈറ്റ് മെസ്സേജ് അയക്കാം. ഇതിൽ കിടപ്പുണ്ടല്ലോ ആയിരക്കണക്കിന് മെസ്സേജ്. പാറുവിന് മെസ്സേജ് വന്നല്ലോ. ആരുടെ മെസ്സേജാ പാറു? എനിക്ക് ആരും മെസ്സേജ് അയക്കാനാ? ഫോൺ കമ്പനിക്കാര് ഇടയ്ക്കിടയ്ക്ക് ഫോൺ റീചാർജ് ചെയ്യാൻ സമയമായി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. എനിക്ക് ആകെ വരാറുള്ള മെസ്സേജ് അതാ. ഈ സമയത്ത് മൊബൈൽ കമ്പനിക്കാർ മെസ്സേജ് അയക്കൊന്നുമില്ല. ഇത് നിന്റെ ഗന്ധർവന്റെ മെസ്സേജ് ആണെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ഗന്ധർവന്റെ മെസ്സേജ്. അയാൾക്ക് എങ്ങനെയാ എന്റെ ഫോൺ നമ്പർ അറിയാ? ദൂരെ ഏതോ നാട്ടിലുള്ള നിന്റെ വീട് കണ്ടുപിടിച്ച് നിന്റെ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും കണ്ണു വെട്ടിച്ച് നിന്റെ സൈക്കിൾ നിനക്ക് എത്തിച്ചു തന്ന ആൾക്കാണോ നിന്റെ മൊബൈൽ നമ്പർ കണ്ടുപിടിക്കാൻ പ്രയാസം? ഗന്ധർവനൊന്നും അല്ല. ഗന്ധർവൻ എന്നെ ഫോണിൽ വിളിക്കാറുമില്ല, മെസ്സേജ് അയക്കാറുമില്ല. എഴുത്തു മാത്രമേ അയക്കാറുള്ളൂ. നിങ്ങൾക്കും അറിയാവുന്നല്ലേ? ഗന്ധർവൻ തന്നെയാണെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അതും ഇതും പറഞ്ഞ് നമ്മളിങ്ങനെ തർക്കിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഫോൺ എടുത്ത് നോക്കിയാ അറിയില്ലേ ആരുടെ മെസ്സേജ് ആണെന്ന്? എടുക്കരുത്.